നമ്മുടെ നാട്ടിൽ 1500-ലധികം ഭാഷകളുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഔദ്യോഗിക കണക്ക്. എന്നാൽ 3000-ലധികം ഭാഷകൾ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഇത്രയധികം ഭാഷകൾ നമ്മുടെ നാട്ടിലുള്ളത്, അല്ല ഈ ലോകത്തിലുള്ളത്? വിശുദ്ധ ബൈബിൾ പറയുന്നത് ഭാഷകൾ ഇത്രയധികം ഉണ്ടാകാൻ കാരണം ദൈവമാണെന്നാണ്. ദൈവമാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വിവിധ ഭാഷകൾ ആക്കി കൊടുത്തത്. അതിനു മുമ്പ് എല്ലാ മനുഷ്യരും ഒരേ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യൻ്റെ ഭാഷ കലക്കിക്കളഞ്ഞു. അതിനു മുൻപ് ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ഒരേ ഒരു ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ആ ഭാഷ വളരെ പ്രത്യേകതകൾ ഉള്ള ഭാഷയായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ദൈവം ആ ഭാഷയിൽ മനുഷ്യനോട് സംസാരിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ മറ്റ് പല വിശേഷതകളും ആ ഭാഷയ്ക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, മനുഷ്യന് മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ആദിമ മനുഷ്യൻ ഹൗവ സർപ്പത്തോട് സംസാരിച്ചു, സർപ്പം ഹൗവയോടും സംസാരിച്ചു. ഇത് സംഭവിച്ചപ്പോൾ ഹൗവയ്ക്കോ സർപ്പത്തിനോ അതിശയമൊന്നും തോന്നിയില്ല. ഇതിൻ്റെ കാരണം അന്ന് അവർക്ക് മനുഷ്യരോട് സംസാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യർക്ക് മൃഗങ്ങളോട് സംസാരിക്കാമായിരുന്നു. പിന്നീട് നോഹ അനേക മൃഗങ്ങളെ പെട്ടകത്തിലേക്ക് കയറ്റിയതായിട്ട് നാം വായിക്കുന്നു. അവരുടെ ഭാഷ സംസാരിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ പൊതുവെ ഇത് വിഷമമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അതിവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു ഭാഷയായിരുന്നു മനുഷ്യൻ സംസാരിച്ചിരുന്നത്, സാർവലൗകിക ഭാഷ. അതുമാത്രമല്ല, ബൈബിൾ പറയുന്നു മനുഷ്യന് എല്ലാവർക്കും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും ആളുകൾ പറയുന്നത് മലയാളമാണെങ്കിലും അവരുടെ ഭാഷ തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ഭാഷയ്ക്ക് അത്തരത്തിലുള്ള വ്യത്യാസം ഇല്ലായിരുന്നു. ഈ ശക്തമായ ഭാഷ, ദൈവം കൊടുത്ത വരദാനമായ ഭാഷ, അതുപയോഗിച്ച് മനുഷ്യൻ എന്താണ് ചെയ്തത്? ദൈവം മനുഷ്യനോട് സംസാരിച്ചത് മനസ്സിലാക്കാൻ ഇന്നത്തെ പോലെ മനുഷ്യന് പല ട്രാൻസ്ലേഷൻ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, മൂലഭാഷ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവം പറഞ്ഞത് അവന് നേരിട്ട് മനസ്സിലായി. പക്ഷേ അതനുസരിക്കാൻ മനുഷ്യൻ തയ്യാറായില്ല. ദൈവം ഒരേ ഒരു കൽപ്പന മാത്രമേ മനുഷ്യന് കൊടുത്തുള്ളൂ: ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ആ കൽപ്പന പാലിക്കാൻ മനുഷ്യന് കഴിഞ്ഞില്ല. കൽപ്പന മനസ്സിലാകാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അടുത്ത തലമുറ വന്നപ്പോഴോ കായീനും ഹാബേലും. കായീന് ഹാബേലിനോട് വിരോധം തോന്നി, അവനെ കൊന്നു. ദൈവം കായീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? കായീൻ ദൈവത്തോട് തർക്കിക്കുകയാണ്. അവൻ ചോദിക്കുന്നു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? ദൈവം കൊടുത്ത ഈ അമൂല്യമായ ദാനം, ഭാഷ, അതുപയോഗിച്ച് മനുഷ്യൻ ദൈവത്തോട് തർക്കുത്തരം പറയുന്നു. പിന്നീട് മനുഷ്യൻ്റെ മനോനിരൂപണം എല്ലാം എപ്പോഴും ദോഷമുള്ളതെന്ന് കണ്ട ദൈവം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും നിർമൂലമാക്കാൻ തീരുമാനിച്ചു. ഒരു പ്രളയം താൻ അയച്ചു. പക്ഷേ അതിനു മുൻപ് ദൈവം നോഹയോട് കൃപ കാണിച്ചു. നോഹയോട് ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. മാത്രമല്ല, പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് നോഹ ഒരു നീതിപ്രസംഗിയായിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ സന്ദേശം, അതായത് ദൈവം ഈ ലോകത്തെ വെള്ളം കൊണ്ട് ന്യായം വിധിക്കുമെന്നുള്ള സന്ദേശം നോഹ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞു. എന്നാൽ അത് കേട്ട ആളുകൾ, അവർക്കത് മനസ്സിലായി. അവരുടെ മാതൃഭാഷയിലാണ് നോഹ സംസാരിച്ചത്. എന്നിട്ടും അവർ അനുസരിച്ചില്ല. നോഹയുടെ കുടുംബം മാത്രമേ ആ ജലപ്രളയത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് രക്ഷപ്പെട്ടുള്ളൂ. ഈ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ട നോഹയുടെ കുടുംബം, അവർ ഈ ഭൂമിയെ അവകാശമാക്കി. അവരോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ദൈവം പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഈ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല. ഇത് നോഹയും മക്കളും കേട്ടതാണ്. ഈ നോഹയുടെ മക്കൾ, ദൈവം അവരോട് പറഞ്ഞ കാര്യം കേട്ട മക്കൾ, അവർക്കത് മനസ്സിലായി. അവരുടെ ഭാഷയിലാണ് ദൈവം സംസാരിച്ചത്. അവരാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു ഗോപുരം പണിയുന്നത്. എന്തിനാണ് അവർ ഈ ഗോപുരം പണിയുന്നത്? അവർ പരസ്പരം പറയുകയാണ്, നാം ലോകത്തെമ്പാടവും ചിതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു ഗോപുരം പണിയാം, നമുക്കൊരു പേരുണ്ടാക്കാം, സ്വർഗത്തോളം എത്തുന്ന ഗോപുരം.
എന്തിനാണ് സ്വർഗത്തോളം എത്തുന്ന ഗോപുരം? അവരുടെ മനസ്സിൽ ഒരു പ്രളയത്തിൻ്റെ കഥ ഉണ്ട്. പ്രളയം കണ്ട അവരുടെ പിതാമഹന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറഞ്ഞു, ഇനി ഒരു പ്രളയമുണ്ടായാൽ നാം മുങ്ങിച്ചാകാൻ ഇടയാകരുത്, ഈ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാം. ഒരുപക്ഷെ അതായിരുന്നിരിക്കാം അവരുടെ ആഗ്രഹം. ദൈവം അവരോട് പറഞ്ഞു, താൻ ഇനി ഒരിക്കലും ഈ ഭൂമിയെ ജലപ്രളയം കൊണ്ട് ന്യായം വിധിക്കില്ല എന്ന്. എന്നാൽ അത് വിശ്വസിക്കാൻ അവർക്ക് മനസ്സായില്ല. ദൈവം മനുഷ്യന് കൊടുത്ത ദാനമാണ് ഭാഷ. ആ ഭാഷയ്ക്ക് വളരെ ശക്തി ഉണ്ടായിരുന്നു. ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഒരേ ഒരു ഭാഷ. ദൈവം ആ ഭാഷയിൽ അവരോട് സംസാരിച്ചു. പക്ഷേ അതനുസരിക്കാൻ അവർക്ക് മനസ്സായില്ല. ദൈവം കൊടുത്ത ഭാഷ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവം പറയുന്നത് അനുസരിക്കുവാനോ മനസ്സ് വയ്ക്കാതിരുന്ന മനുഷ്യന് ഭാഷ ഇല്ലാതായില്ല. എന്നാൽ ഭാഷയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന ശക്തി നഷ്ടപ്പെട്ടു. ദൈവം മനുഷ്യൻ്റെ ഭാഷ കലക്കിക്കളഞ്ഞു. ഇന്ന് ലോകത്തിൽ 10,000-കണക്കിന് ഭാഷകളുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ പുസ്തകങ്ങൾ, വിവിധ TV ചാനലുകൾ, വിവിധ റേഡിയോ നിലയങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ഭാഷയായിരുന്നെങ്കിലോ എന്ത് നന്നായിരുന്നു. പക്ഷേ വിവിധ ഭാഷകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല ദാനം ആയിരുന്ന ആ ഭാഷ, അതുപയോഗിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. അതുകൊണ്ട് ആ ഭാഷയുടെ ആദ്യമുണ്ടായിരുന്ന പ്രത്യേകതകൾ, ഗുണവിശേഷങ്ങൾ നമുക്ക് നഷ്ടമായി. ദൈവം നമുക്കെല്ലാവർക്കും ഓരോ ഗുണങ്ങൾ തന്നിട്ടുണ്ട്, ആത്മീക വരങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമക്കളുടെ പ്രയോജനത്തിനു വേണ്ടി നാം ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് വരങ്ങളെ തന്നിരിക്കുന്നത്. അതിനു പകരം സ്വന്തം ഇഷ്ടത്തിനു വേണ്ടിയോ സ്വന്തം പേരുണ്ടാക്കുവാനോ ദൈവത്തോട് മറുതലിക്കുവാനോ നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ താലന്തുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വരികയില്ല. നിങ്ങൾക്ക് ആ താലന്തുകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ താലന്തുകൾ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാകണം എന്നില്ല. ദൈവം മനുഷ്യനെ ശിക്ഷിച്ചതുകൊണ്ടാണ് ഭാഷ കലക്കിക്കളഞ്ഞത്. എന്നാൽ ദൈവം അതിന് ഒരു വീണ്ടെടുപ്പുണ്ടാക്കും. അതിനൊരു തെളിവുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തിക്കോസ്ത് നാളിൽ അനേക രാജ്യങ്ങളിൽ നിന്ന് യെരുശലേമിൽ വന്ന ആളുകൾ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടു. ഭാഷകളായിരുന്നു അവരെ വിഘടിപ്പിച്ച് നിർത്തിയിരുന്നത്. എന്നാൽ അന്ന് വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ മാതൃഭാഷയിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ടു. ദൈവം വരാൻ പോകുന്ന ആ നല്ല നാളെക്കുറിച്ചുള്ള ഒരു ചെറിയ മുന്നറിയിപ്പ്, ഒരു ചെറിയ അഡ്വാൻസ് ആണ് പെന്തിക്കോസ്ത് നാളിൽ നൽകിയത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അവിടെ ലോകത്തിലുള്ള നാനാജാതി ആൾക്കാരും അവർ ഒരേ സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കും. അതെ, നാം എല്ലാം ഒരു ദിവസം സംസാരിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കും. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവരും സംസാരിക്കുന്നത് നമ്മളും മനസ്സിലാക്കും. പക്ഷേ ആ നാളിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല താലന്തുകൾ, നല്ല ഗുണങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ആ താലന്തുകൾ കൊണ്ട്, ആ കഴിവുകൾ കൊണ്ട് പ്രയോജനമില്ലാതായി തീരും. നമുക്കുണ്ടായിരുന്ന ഭാഷ നഷ്ടപ്പെട്ടതുപോലെ.